ആഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഭരണഘടനയെ ആക്ഷേപിച്ച് മന്ത്രി സജി ചെറിയാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. ധാർമ്മികത മുൻനിർത്തി ഒരിക്കൽ രാജിവെച്ചതാണ്. വീണ്ടും രാജിവെക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും കടുത്ത ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ താൻ ഭരണഘടനയെ അപമാനിച്ച രീതിയിൽ സംസാരിച്ചില്ലെന്ന് മന്ത്രിയും പറയുന്നു. അല്ല, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും BJPയും ഒരേ രീതിയിൽ ഭരണഘടനയെ അവഹേളിക്കുന്നവരെ തള്ളിപ്പറയാൻ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏതായാലും മല്ലപ്പള്ളി പ്രസംഗത്തിൽ ഭരണഘടനയെ അവഹേളിച്ചു എന്നൊരു കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം അന്ന് രാജിവെച്ചത്. അന്ന് അദ്ദേഹം രാജിവെച്ചു. അതേക്കുറിച്ച് പിന്നീട് പോലീസ് അന്വേഷിച്ചു. ആ പോലീസ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് കുറ്റവിമുക്തനാക്കിയത്. അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായത്. ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു അന്തിമ അഭിപ്രായം വരുന്നതിന് മുമ്പ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ ശരിയായില്ല എന്നൊരഭിപ്രായം ആ കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ കൃത്യമാണ്. അതായത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ പോലീസ് നടപടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്, സമ്പൂർണ്ണമായി തള്ളി പറഞ്ഞിരിക്കുകയാണ്. തന്നെയല്ല, അതിൽ കൃത്യമായി നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ആ സന്ദേശം തന്നെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം, അന്ന് രാജിവെക്കാനിടയായ സാഹചര്യം, അത് അതിനേക്കാളും ഗൗരവത്തോടുകൂടി ഇപ്പം നിലനിൽക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPM ആകട്ടെ, അദ്ദേഹമാകട്ടെ, CPM അദ്ദേഹത്തോട് രാജിവെപ്പിക്കണം. അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത്. രാജിവെക്കില്ല എന്നുള്ളത് ആ നിലപാട് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. മന്ത്രി സജി ചെറിയാന്റെ മല്ലപ്പള്ളി പ്രസംഗത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നാണ് കോടതി നിർദ്ദേശം. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് സ്വകാര്യ ഹർജിയിൽ വാദം കേട്ടത്. മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഭരണഘടനയെ ആക്ഷേപിച്ച് സംസാരിച്ചുവെന്നതായിരുന്നു സജി ചെറിയാനെതിരായ കേസ്. എന്നാൽ പോലീസ് പിന്നീട് അന്വേഷണം അവസാനിപ്പിച്ചു. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് നൽകി. സജി ചെറിയാന്റെ ഭരണതലത്തിലെ സ്വാധീനം മൂലമാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും ഈ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നുമായിരുന്നു കോടതിയിലെത്തിയ ഹർജിയിലെ ആവശ്യം. സംസ്ഥാന പോലീസ് അന്വേഷണം പ്രായോഗികമല്ലെന്നും CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിൽ പുനരന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളി. അന്ന് രാജിവെക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴും തുടരുന്നു. കേരള പോലീസ് തെറ്റ് തേച്ചു മായ്ച്ചു കളഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്ത പഠിപ്പിക്കുന്നവരാണ് CPMക്കാർ. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പരാമർശം, ആ പരാമർശത്തിൻ്റെ പേരിൽ നേരത്തെ ഒരു തവണ രാജിവെക്കേണ്ടി വന്ന ആളെ
പോലീസ് അന്വേഷണത്തിൽ കുറ്റകരമായിട്ടുള്ളതൊന്നുമില്ല, ഭരണഘടനാപരമായിട്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതായിട്ട് തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ആ പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ സ്ഥിതിയിൽ പോലീസ് റിപ്പോർട്ടിൻ്റെ സാധുത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ 2022 ജൂലൈ മാസം 6-ാം തീയതിയത്തെ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ സജി ചെറിയാൻ നിൽക്കുന്നത്. 2022 ജൂലൈ മാസം 6-ാം തീയതി രാജിവെക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടരുന്നതിൻ്റെ സാങ്കത്യവും സാധുതയും വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സാധുതയില്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെതിരായിട്ട് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദം മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിയത്. അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി, ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപ്പര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണത്തിൽ ഇപ്പം നേരത്തെ കേരള പോലീസ് നൽകിയ അതേ റിപ്പോർട്ട്, അതേ കണ്ടെത്തൽ, ആ കണ്ടെത്തൽ തന്നെ ഉണ്ടാകും. കാരണം കേരളത്തിലെ നിരവധി കേസുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ, അത് ആന്തൂരിലെ PK ശ്യാമളയുടെ കേസാണെങ്കിലും തിരുവനന്തപുരത്തെ മേയറുടെ കേസാണെങ്കിലും ഇതിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം സമീപനം, കേരള പോലീസിനെ കൊണ്ട് അങ്ങനെ കേസ് എഴുതി തള്ളിക്കുന്ന സ്ഥിരം സമീപനം, ആ സമീപനം സജി ചെറിയാൻ്റെ കാര്യത്തിലും അവലംബിക്കും എന്നുള്ള ബലമായ സംശയം ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട്. നീതി സംവിധാനം നിഷ്പക്ഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കുണ്ട്. ഭരണഘടനയോട് കൂറ് പുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ഭരണഘടനയോട് കൂറ് പുലർത്തും എന്ന് പറഞ്ഞ് നടത്തിയ സത്യപ്രതിജ്ഞയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് CPMകാർ. പോളിറ്റ് ബ്യൂറോവും പിണറായി വിജയനും ഒക്കെ ഡൽഹിയിൽ നരേന്ദ്രമോദി മാത്രം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണ്, ഞങ്ങൾക്ക് ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം എന്നുള്ളതാണോ നിലപാട് എന്നുകൂടി വ്യക്തമാക്കണം. അതുകൊണ്ട് ഈ തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ മന്ത്രിസഭയിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. അതുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ ആ മന്ത്രിയെ പുറത്താക്കണം. എന്നാൽ മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും അപ്പീൽ പോകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. അതേസമയം രാജിവെക്കില്ല എന്നത് സജി ചെറിയാന്റെ നിഷേധാത്മക നിലപാടാണെന്നും മന്ത്രിയെ വെള്ളപൂശിക്കൊണ്ട് പോലീസ് കൊടുത്തത് ഏകപക്ഷീയമായ റിപ്പോർട്ടാണെന്നും MM ഹസൻ പറഞ്ഞു. പുനരന്വേഷണത്തിന് കാത്തുനിൽക്കാതെ മന്ത്രി രാജിവെക്കണമെന്നും മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് നടത്തുന്ന അന്വേഷണം തികച്ചും ഏകപക്ഷീയമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതാണ്. കാരണം
ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ കാര്യത്തിൽ അന്ന് സജി ചെറിയാൻ വാസ്തവത്തിൽ പോലീസിന് അന്വേഷണം കൊടുത്തുകൊണ്ടാണ് ഇവരെ സജി ചെറിയാനെ പോലീസ് അന്വേഷണത്തിൽ കുറ്റവിമുക്തനായി അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. പിണറായിയുടെ പോലീസല്ലേ അന്വേഷിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ നടന്ന പ്രസംഗം, ആ പ്രസംഗത്തിന്റെ വീഡിയോ പരിശോധിച്ചില്ല. അവിടെ പങ്കെടുത്ത പത്രപ്രതിനിധികളെയോ അതിൽ പങ്കെടുത്ത പ്രവർത്തകരല്ലാത്ത ആളുകളെ ഒന്നും അവരുടെ മൊഴിയെടുത്തില്ല. അത് മന്ത്രി പ്രസംഗിച്ച പ്രസംഗത്തെ പരിപൂർണമായി ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ട് പോലീസ് കൊടുത്ത ഏകപക്ഷീയമായ റിപ്പോർട്ടാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്നത്തെ ആ ഉത്തരവ് തന്നെ എന്താണ്? പോലീസ് അന്വേഷണം ഏകപക്ഷീയമായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. യഥാർത്ഥത്തിൽ പുനരന്വേഷണത്തിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പുനരന്വേഷണത്തിന് കാത്തു നിൽക്കാതെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാൻ ഉടൻ രാജിവെക്കണം. 40-ൽ പരം ദിനരാത്രങ്ങളിൽ കത്തിപ്പടർന്ന മുനമ്പം വഖഫ് പ്രശ്നത്തിനെ പ്രദേശത്തെ നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം ലഭിക്കുമെന്ന് കരുതിയ വെള്ളിയാഴ്ചയിലെ വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ വിഷയത്തിലെ ഉന്നതതല യോഗത്തിന് ശേഷം മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായാണ് മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, വി അബ്ദുറഹിമാൻ എന്നിവർ അറിയിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 വർഷം ഞങ്ങൾ കേസ് നടത്തിയതിന് ശേഷം ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കണ്ടിട്ട് ഏറ്റവും കൂടിയ വില കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്നും തീർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കേരള സർക്കാരിലേക്ക് കോടിക്കണക്കിന് രൂപ നികുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി സ്വന്തമാക്കിയത്, രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയത്. അത് 2008 ഒരു നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ഓർഡർ ഞങ്ങളറിയുന്നത് 2022 അതായത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ പ്രാബല്യത്തിൽ വരുന്നത്. ഇനിയിപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് ഭൂമി വാങ്ങി സ്വന്തമാക്കിയത് ഇനിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്ത് നീതിയാണ്? ഇതൊരു കാടത്ത നീതിയല്ലേ? അതിന് ഞങ്ങൾ യോജിച്ച് നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളുടെ ഈ ഭൂമി മാറ്റി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരണം. അതിന് കൗണ്ടർ അഫിഡാവിറ്റ് സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നീതിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ഞങ്ങൾ 35 വർഷമായിട്ട് ഞങ്ങൾ സർക്കാർ പറഞ്ഞ് വില കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയാണല്ലോ. അത് എന്തിനാണ് ഇനിയും ഒരു കമ്മീഷൻ വെക്കുന്നത്? അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അവകാശങ്ങളില്ലാതെ അവകാശങ്ങൾ നിഷേധിക്കുന്നൊരു രീതിയാണല്ലോ ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. നിയമപരമായ പരിരക്ഷ ഞങ്ങൾക്ക് കരമടക്കാൻ വേണ്ടി നിയമപരമായ പരിരക്ഷ തന്നതാണ്. കരമടച്ചതാണെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിക്കാണ്. അപ്പോൾ ആ കരമടക്കുന്നതുമായിട്ടുള്ള ആ ഒരു നിയമപരമായ പരിരക്ഷയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ 3 വർഷമായിട്ട്. ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ അടിയന്തരമായിട്ട് യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്നതിന് ശേഷം വികാരിച്ചനുണ്ട്, SNDP പ്രതിനിധികളുണ്ട്, അംബ്രോസ് പുത്തമിട്ടിൽ പിതാവുണ്ട്, ഭൂസംരക്ഷണ സമിതി നേതാക്കന്മാരും ധീവര സമുദായത്തിൻ്റെയും എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ, നാളത്തെ രാവിലെ തന്നെ അതിൻ്റെ തീരുമാനങ്ങളുണ്ടാവും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാണുന്നതിലല്ല പ്രസക്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, അതായത് 2019 വഖഫ് ബോർഡിൻ്റെ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു വിട്ടു തരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഞങ്ങളോട് സംസാരിച്ച് സൗഹൃദം പങ്കിട്ടിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണ്ടേ? ഞങ്ങളിപ്പോൾ തന്നെ വളരെയധികം പ്രതിസന്ധിയിലായിട്ട് നിൽക്കുകയാണ്. വാർത്താ സമ്മേളനത്തിന് ശേഷം ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും കരമടയ്ക്കാനുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ഇതിനായി ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു. അതേസമയം സർക്കാർ തീരുമാനം തൃപ്തികരമല്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും മുനമ്പം സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. മുനമ്പത്ത് താമസിക്കുന്ന പലരും വില കൊടുത്ത് ഭൂമി വാങ്ങിയവരാണ്. അവർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കും. ഇനിയൊരു ഉടമസ്ഥാവകാശം പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ തന്നെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതാണെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. നിർത്തിവെപ്പിക്കാൻ സർക്കാർ തുടങ്ങിയ സമരമല്ലല്ലോ ഇത് മുനമ്പം ജനത തുടങ്ങിയ സമരമാണ്. അത് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, നിർത്തില്ല. ഇപ്പോൾ ഈ റവന്യൂ അവകാശങ്ങൾ നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാൻ കരടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ നോക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിൽ പരിശോധിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്.
സർക്കാർ പരിശോധിച്ചു തുടങ്ങിയിട്ട് കുറേ നാളുകളായി, ഇപ്പോഴും അതിനകത്തോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഇനി ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ കര അടക്കുന്നില്ല, പക്ഷേ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ 50 രൂപ വെച്ച് കൊടുക്കണം. അവർ ഞങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ഇനി അതൊക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സർക്കാർ ഞങ്ങളുടെ കര എടുക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് കൊടുക്കണം സർക്കാരിന് ഞങ്ങൾ തീരുമാനിക്കും. ഈ കമ്മീഷൻ്റെ ഇത് കാര്യങ്ങൾ ഇപ്പോൾ 3 മാസം കൊണ്ട് കമ്മീഷൻ നിങ്ങൾക്ക് ഇത് ഓക്കെ ആക്കുമെങ്കിൽ സർക്കാർ നല്ലൊരു തീരുമാനമല്ലേ ഇത്? അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ ഓക്കെ ആക്കുന്ന എന്താണ് ഉറപ്പ്? ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം കഴിയുമ്പോൾ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് ചോദ്യം. ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസം കഴിയുമ്പോൾ ഇത് പറയണത് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയണമെങ്കിൽ സാധാരണക്കാരെ ജനങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഒരു കമ്മീഷനൊക്കെ വരെ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഇനിയിപ്പോൾ വിശ്വാസം കേന്ദ്ര സർക്കാരിലാണ്. ഞങ്ങൾക്ക് വിശ്വാസം ഇപ്പോൾ കേന്ദ്ര സർക്കാരിലാണ്. ഇപ്പോൾ കേരള സർക്കാർ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിലാണ് വിശ്വാസം. അതങ്ങനെ തന്നെ വരുള്ളൂ ഇനിയിപ്പോൾ. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബവും കൂടി ഈ ഒരു വഖഫ് പ്രശ്നത്തിലൊരു കേസിൽ ഫറൂഖ് കോളേജിനെതിരെ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിയമപരമായിട്ടും കൂടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു തരത്തിലും കൂടി മുന്നോട്ട് പോകുന്നത്. സർക്കാരിലുള്ള പൂർണ്ണമായ വിശ്വാസം അവസാനിക്കുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി പി രാജീവിൻ്റെ വാക്കുകളും ഏകദേശം വഖഫ് ബോർഡിനാണ് ഇത് നിർദ്ദേശം കൊടുക്കാനേ സാധിക്കുള്ളൂ എന്ന് പറയണേ. അപ്പോൾ ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സർക്കാരും തീരുമാനമെടുത്തു കഴിഞ്ഞില്ലേ? സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞതും കോൺഗ്രസ് പറഞ്ഞതും ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പറഞ്ഞതും ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് ഇവർ 3 പേരും കൂടെ ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നേക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഈ ഭൂമി വഖഫ് അല്ല എന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. വഖഫ് ഭൂമി അല്ല എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും വഖഫ് ഭൂമി അല്ല എന്ന് പറയാലോ. പക്ഷെ അത് തെളിയിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഞങ്ങളും പറയുന്നുണ്ട് വഖഫ് ഭൂമി അല്ല എന്ന്. എന്നിട്ട് ആരാ ചെവിക്കൊള്ളുന്നത്? ആരെങ്കിലും ചെവിക്കൊള്ളുന്നുണ്ടോ? സമരം ഇനിയിപ്പോൾ നാളെ നടക്കുന്ന പൊതുയോഗത്തിന് ശേഷമായിരിക്കുമോ എങ്ങനെയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം വരുന്നത്? അതിനുശേഷം തീർച്ചയായിട്ടും നാളെ നടക്കുന്നത് പൊതുജനങ്ങളുടെ പൊതുയോഗമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുള്ളൂ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരം നിർത്തിവെക്കില്ലേ എത്ര വന്നാലും? ഒരിക്കലും നിർത്തില്ല. ഇതിന് നീതിയുടെ നീതി ഞങ്ങൾ പറഞ്ഞല്ലോ, മുനമ്പം തോറ്റാൽ ഭാരതം തോറ്റു എന്നാണ്, ജനാധിപത്യം തോറ്റു എന്നാണ്. അത് തോക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മുനമ്പം സമരസമിതി പ്രവർത്തകരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച വൈകിട്ട് ചർച്ച നടത്തും. മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമരസമിതിക്കാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ആരെയും കുടിയിറക്കാതെ ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശമടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കുമെന്നും യോഗത്തിന് ശേഷം മന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനെതിരെ നേരത്തെ സമരക്കാർ രംഗത്തെത്തിയിരുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ശാശ്വത പരിഹാരമല്ലെന്നും പ്രശ്നപരിഹാരം നീണ്ടുപോകുമെന്നുമായിരുന്നു സമരസമിതി പ്രവർത്തകരുടെ പ്രതികരണം. റവന്യൂ അവകാശം വീണ്ടെടുക്കുക എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും മുനമ്പം സമരസമിതി പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഈ കടപ്പുറം നിവാസികളുടെ പ്രതികരണം എന്താണെന്ന്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താമെന്നാണ് ഇപ്പോൾ മന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ വഖഫ് നിയമം എല്ലാവരെയും തകർക്കുന്നൊരു നിയമമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു മതത്തിനെതിരായിട്ടല്ല. നമ്മുടെ ജനാധിപത്യം ഇവിടെ തോറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാരതം തോറ്റു എന്നാണ്. കാരണം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വക്കീലുമാർ ധൈര്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അധികാരത്തിലുള്ളവർക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല. 1900 മുതൽ 124 വർഷങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുകയില്ലെന്ന് പറയാനായിട്ട് ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഇവിടെ. അത് അറിയാം. ജനാധിപത്യ ഇന്ത്യയിൽ ആരെയും അങ്ങനെ കുടിയിറക്കാൻ സാധിക്കുകയില്ല. അത് കുടിയിറക്കാൻ വേണ്ടി ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യം. നോട്ടീസ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 10-35 വർഷങ്ങളോളം പണം കൊടുത്ത് ആധാരം ചെയ്ത ഒരു ഭൂമി വീണ്ടും ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? പിന്നെ എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത്? എവിടെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്? എവിടെയായിരുന്നു അധികാരികൾ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും കാലം സമാധാനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ സമരം 41ാം ദിനം കൂടുതൽ വേദനയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും.
നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ഇന്ത്യ പൗരനും ഓർക്കുക, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി 30-35 വർഷങ്ങൾക്ക് ശേഷം അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് എല്ലാം അത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണമെന്നാണോ ഈ നിയമത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്? അതെ, ഈ വഖഫ് എന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. ജനാധിപത്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത്. അതിന് മുകളിലായിട്ടൊരു സൂപ്പർ പവർ കടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത്. അതെ, നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഇത് സമാധാനത്തിൻ്റെ ഒരു സമരമാണ്, നിരാഹാരത്തിൻ്റെ ഒരു സമരമാണ്. ഞങ്ങൾ അക്രമവാസനയില്ലാതെ സമാധാനത്തോടു കൂടിയാണ് 41 ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ സമരത്തിൻ്റെ രീതികൾ മാറും. ആ രീതികളിലൂടെ മറ്റവർ മനസ്സിലാക്കും ഇത് എവിടെ എത്തിച്ചേരുമെന്ന്. ജനാധിപത്യ മനസ്സുള്ള ഓരോ ഇന്ത്യനും ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും സമരത്തിൻ്റെ രീതികൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അത് 3 മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാലം നീണ്ടുപോകുന്ന കമ്മീഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി വീണ്ടും ഇത്രയും കാലം കാത്തിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുന്നത് വരെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഈ ഭൂമി വഖഫിന്റെ ആസ്തിക പട്ടികയിൽ നിന്ന് മാറുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നതായിരിക്കും. ഇതിൽ 4 തീരുമാനങ്ങളാണ് സർക്കാർ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുത്തത്. അതിൽ സമരസമിതി യോജിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഇതുപോലെ നീണ്ടൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് പോകുന്ന കാര്യവും അതോടൊപ്പം തന്നെ ഇതിൽ നിയമപരമായിട്ടൊരു തീരുമാനം എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊരു കണ്ടെത്തലുകളൊന്നും കാണുന്നില്ല. വീണ്ടും ഒരു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധ്യതകളാണ് ഞങ്ങളിതിൽ കാണുന്നത്. പിന്നെ നോട്ടീസ് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ആളുകളെ കുടിയിറപ്പിക്കുന്ന കാര്യം അതൊക്കെ ശാശ്വതമല്ല. കാരണം അതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇതിപ്പോൾ നിർത്തുകയാണ്. പക്ഷേ നമുക്ക് ഒരു ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് ആളുകളുടെ ഈ തിരിച്ചും അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടണം. അതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ നികുതി അടയ്ക്കുന്നതിൽ സ്റ്റേ പിൻവലിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ നടപടി എടുക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കോടതിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട്. ഇപ്പോൾ അത് മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിന് നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് എത്ര കാലം എടുക്കും നമുക്കറിയില്ല. അത് വീണ്ടും നമുക്കിത് കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് കമ്മീഷനുമായിട്ട് നമ്മൾ സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. മാത്രമല്ല ചിന്തിക്കുക, 35 വർഷങ്ങളോളം ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ വീടും ഭവനവും ആധാരവും ഇതുപോലൊരു കമ്മീഷൻ വന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ജീവിക്കേണ്ട അവകാശമില്ല ഇവിടെ. ഇത് വഖഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ 1988 മുതൽ 93 വരെ സ്ഥലം വാങ്ങിച്ചവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മുഴുവനും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസാണിത്. പിന്നെ എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അത് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? അതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ചർച്ച ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സമരം മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോകും. ശക്തമായിട്ട് പോകുന്തോറും ഓരോ നീതിക്ക് വേണ്ടിയുള്ള മനസ്സാക്ഷിയുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഞങ്ങളുടെ സമരത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഇതോടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.